വെൽക്കം ടു CC+. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന കെമിക്കൽ റിയാക്ഷനിലെ ബാക്കിയുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓൾറെഡി ബാലൻസിങ് ദി കെമിക്കൽ ഇക്വേഷൻ അതേപോലെ ടൈപ്സ് ഓഫ് റിയാക്ഷൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് അതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗിവൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ റിയാക്ഷൻ ഗിവൺ ബിലോ ആർ ഇൻകറക്റ്റ്. ഇപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം ഇൻകറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ റിയാക്ഷൻ നോക്കാം. Lead oxide plus carbon gives you lead plus CO2. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം. lead is getting reduced. അപ്പോൾ ഈ റിഡോക്സ് റിയാക്ഷൻ വരുമ്പോൾ റിയാക്ടൻ സൈഡിൽ ഏതൊക്കെ കമ്പൗണ്ട്സ് ആണ് കൊടുത്തിരുന്നത് അതായിരിക്കും റെഡ്യൂസോ ഓക്സിഡൈസ്ഡോ ആവുന്നത്. അപ്പോൾ ഇവിടെ ലെഡ് ഉണ്ടോ? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ലെഡ് ഇല്ല. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റോങ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ലെഫ്റ്റ് സൈഡിലുണ്ടോ? ഇല്ല, ഇവിടെ കാർബൺ അല്ലേ ഉള്ളത്. അപ്പോൾ റിയാക്ടൻ സൈഡിൽ ഏതാണോ ഉള്ളത് അതായിരിക്കും ഓക്സിഡൈസ്ഡും റെഡ്യൂസ്ഡും ആവുക. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഓൾസോ റോങ്. അപ്പോൾ ഒബ്വിയസ്ലി ഇത് രണ്ടും കറക്റ്റ് ആയിരിക്കും. നമുക്ക് നോക്കാം. കാർബൺ ഇസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്, കറക്റ്റ് ആണ്. കാർബൺ ഓക്സിജൻ ഗെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലെഡ് ഓക്സൈഡ് ഇസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. ഇവിടെ ലെഡ് ഓക്സൈഡ് ഓക്സിജൻ ലൂസും ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ്. പക്ഷേ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻകറക്റ്റ് ചെയ്തതെന്നാണ്. അപ്പോൾ ആൻസർ ഇസ് എ ആൻഡ് ബി. ഫസ്റ്റ് ഓപ്ഷൻ ഇസ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ്റെയും റിഡക്ഷൻ്റെയും ഒരു വീഡിയോ നേരത്തെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ നോക്കിയാൽ കിട്ടും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Fe2O3 plus 2Al gives Al2O3 plus 2Fe. ഓക്കെ, അപ്പോൾ ദ എബോവ് റിയാക്ഷൻ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Iron oxide plus aluminum gives aluminum oxide plus iron. അപ്പം നമുക്കിത് നോക്കാം. ഇവിടെ അയണിനെ അലൂമിനിയം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് അല്ലേ? ഇവിടെ അയണിനെ അലൂമിനിയം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ആറ്റത്തിനെ മോർ റിയാക്റ്റീവ് ആറ്റം റീപ്ലേസ് ചെയ്യുന്ന റിയാക്ഷൻ ഏതാ? ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഓക്കെ, ആൻസർ ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഇവിടെ ഡബിൾ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, ബിക്കോസ് ദിസ് ഇസ് നോട്ട് എ കമ്പൗണ്ട്, അതൊരൊറ്റ എലമെൻ്റ് ആയിട്ടായിരിക്കുന്നത്. സോ ദിസ് ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഇനി അടുത്തത്, വാട്ട് ഹാപ്പൻസ് വെൻ ദ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇസ് ആഡഡ് ടു അയൺ ഫില്ലിങ്സ്. അപ്പോൾ ഇക്വേഷൻ ഇവിടെ തന്നിട്ടില്ല, നമുക്ക് ഇക്വേഷൻ എഴുതാം. അയൺ പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വിൽ ഗിവ് യു അയൺ ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് നോക്കാം ഓരോന്നായിട്ട്. ഹൈഡ്രജൻ ഗ്യാസ് ആൻഡ് അയൺ ക്ലോറൈഡ് ആർ പ്രൊഡ്യൂസ്ഡ്. ഹൈഡ്രജൻ ഗ്യാസും അയൺ ക്ലോറൈഡും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് അല്ലേ? ഇവിടെ ക്ലോറിൻ ഗ്യാസ് അല്ല, സെക്കൻഡും തേർഡും ഫോർത്തും റോങ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ, അതായത് നിങ്ങൾ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? അയൺ ഹാസ് ഡിസ്പ്ലേസ്ഡ് ഹൈഡ്രജൻ, അത്രയേ ഉള്ളൂ. ദിസ് ഇസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പോൾ ആൻസർ വിൽ ബി അയൺ ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡസ് വൺ മീൻ ബൈ എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻസ്? ഗിവ് എക്സാമ്പിൾ. എനി റിയാക്ഷൻ ഇൻ വിച്ച് ദ ഹീറ്റ് ഇസ് ഇവോൾവ്ഡ്. ഹീറ്റ് റിയാക്ഷൻ കഴിയുമ്പോൾ പുറത്തേക്ക് വരികയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് എക്സോതെർമിക് റിയാക്ഷൻ. അതേപോലെ ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടി ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹീറ്റ് റിക്വയർഡ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് എൻഡോതെർമിക് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ യൂഷ്വലി ഒരു ടൈപ്പ് ഓഫ് എനർജി റിക്വയർഡ് ആണ്. ദാറ്റ് ഇസ് എയ്തർ ഹീറ്റ് അല്ലെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ ഇറ്റ് വിൽ ബി ദിസ് എൻഡോതെർമിക് റിയാക്ഷൻ. ഓക്കെ, ഹീറ്റ് ഇവോൾവ് ആവുന്ന, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമാണ് കേട്ടോ. ഓക്കെ, അല്ലാണ്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിസിറ്റിയും ഇതേപോലെ ലൈക്ക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഹാപ്പൻ ചെയ്യാറുണ്ട്. നമുക്ക് ഇവിടെ നോക്കാം. റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് ഇസ് ഇവോൾവ്ഡ് ഇസ് നോൺ ആസ് എക്സോതെർമിക് റിയാക്ഷൻ. എക്സാമ്പിൾ, ബേണിംഗ് ഓഫ് കോൾ. ബേണിംഗ് ഓഫ് കോൾ, കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ കമ്പൗണ്ട് ആണ്. ഓക്കെ, കാർബൺ പ്ലസ് ഓക്സിജൻ വിൽ ഗിവ് യു കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ഹീറ്റ്. ഹീറ്റ് ഇസ് ഇവോൾവ്ഡ്, പുറത്തേക്ക് വന്നു. ഓക്കെ, നെക്സ്റ്റ്, എ റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് ഇസ് അബ്സോർബ്ഡ് ഇസ് നോൺ ആസ് എൻഡോതെർമിക് റിയാക്ഷൻ. ഞാൻ പറഞ്ഞു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഇസ് ആൻ എക്സാമ്പിൾ. ഇവിടെ FeSO4 gives Fe2O3 plus SO2 plus SO3. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ അപ്പോൺ ഹീറ്റ് ആണ് കേട്ടോ. ഇവിടെ ഹീറ്റിൻ്റെ പ്രസൻസിലാണ് ഡീകമ്പോസ് ആവുന്നത്. ഓക്കെ, iron sulfate is decomposed to iron oxide plus sulfur dioxide plus
sulfur trioxide. Next, why is respiration considered as an exothermic reaction? Explain. നമുക്കറിയാം റെസ്പിറേഷനിൽ എന്താ നടക്കുന്നത്, ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിക്കകത്തുള്ള ഗ്ലൂക്കോസ് നമ്മൾ ഓക്സിജൻ ബ്രീത്ത് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ദാറ്റ് ഓക്സിജൻ വിൽ റിയാക്ട് വിത്ത് ഗ്ലൂക്കോസ് ആൻഡ് ഫോംസ് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ ആൻഡ് എനർജി. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ എക്സെയിൽ ചെയ്ത് പുറത്തേക്ക് വിടുന്നത് കേട്ടോ. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് energy, or you can call it as heat, some amount of heat is produced. Okay, so we can say that this is an exothermic reaction. Alla adayathu this is glucose reacts with oxygen, idu ezhudanda avashyilla, oxygen gives carbon dioxide plus water plus heat. Okay, appo heat പുറത്തേക്ക്, അതായത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ റിയാക്ഷനെ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ ആണ്, വൈ ആർ ഡീകമ്പോസിഷൻ റിയാക്ഷൻ കോൾഡ് ദ ഓപ്പോസിറ്റ് ഓഫ് കോമ്പിനേഷൻ റിയാക്ഷൻ? റൈറ്റ് ഇക്വേഷൻ ഫോർ ദീസ് റിയാക്ഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട്, അതായത് ഇലക്ട്രോലൈറ്റിക് ഡീകമ്പോസിഷൻ. അതിലെന്താണ്, വി ഹാവ് ടേക്കൺ വാട്ടർ എടുത്തിട്ട് കാത്തോഡിലും ആനോഡിലും യു വിൽ ബി ഗെറ്റിംഗ് ഗ്യാസ് അല്ലേ, H2O. ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതായത് H2O gives H2 plus O2. You will get H2 in cathode and O2 in anode. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷനിൽ എന്താ പറ്റുന്നത്, ഇത് ഇലക്ട്രോലൈറ്റിക് ഡീകമ്പോസിഷൻ ആണ് കേട്ടോ. ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിലാണ് ഇത് ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിലാണ് ഇത് ഹാപ്പൻ ചെയ്യുന്നത്. സോ ഹിയർ വൺ റിയാക്റ്റൻറ്റ്, ഒരു റിയാക്റ്റൻ്റ് ആണ് മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത് അല്ലേ. ഒരൊറ്റ റിയാക്റ്റൻ്റേ ഉള്ളൂ, ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു ഓർ മോർ ആണ് കേട്ടോ. 2 or more ആവാം. ഇവിടെ 2 പ്രൊഡക്ട്സ് ഉള്ളത്, ദാറ്റ് ഈസ് H2 ആൻഡ് O2. ആൻഡ് ഈ റിയാക്ഷൻ നോക്കിക്കേ, അതായത് H2 plus O2 gives H2O. So we can say that here 2 or more reactants combine to form a single product, and here one single reactant under decomposition it converts to multiple products. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞൂടെ. Here 2 are combining to form one compound, and here 1 is splitting into 2 products. Okay, so we can say that they are opposite to each other. Okay, we can call it as opposite to each other. അടുത്തത് 12th question ആണ്, write one equation each for decomposition reaction where energy is supplied in the form of heat, light or electricity. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ഞാൻ പ്രീവിയസ് ആയിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇക്വേഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. ഹിയർ ദിസ് ഹാപ്പൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹീറ്റ്, ദാറ്റ് ഈസ് calcium carbonate. In the presence of heat it converts to calcium oxide and carbon dioxide. ഇത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് which happens in the presence of heat. നെക്സ്റ്റ് നേരത്തെ നമ്മൾ ജസ്റ്റ് മുന്നേ കണ്ടതേ ഉള്ളൂ, അതായത് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ദ പ്രോസസ് ഓഫ് ഇലക്ട്രോളിസിസ്, ഇറ്റ് ഇസ് കൺവേർട്ടഡ് ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇത് ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ ഹാപ്പൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രിസിറ്റി, ഹീറ്റ് and light ആണ്. And this last reaction happens in the presence of sunlight. Okay, sunlight, photolysis എന്നും പറയും കേട്ടോ. ഈ റിയാക്ഷനെ അതായത് ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ. ദിസ് ഇസ് ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ ആൻഡ് ദിസ് ഇസ് തെർമോലിറ്റിക് ഡീകമ്പോസിഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വേണമെങ്കിലും എക്സാമിന് വരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ എക്സ്പെരിമെൻറ്റ് ചൈന ഡിഷിൽ വി ഹാവ് ഡൺ ഇറ്റ്. AgCl എടുത്ത് വെക്കുന്നു, ആൻഡ് after few days in the presence of sunlight you will be getting a grey colored powder which is Ag, and chlorine gas ആണ് അത് escape ആയിട്ട് പോകും കേട്ടോ. So here it is photolytic decomposition. This process is used in നമ്മുടെ ഫോട്ടോഗ്രാഫി ഒക്കെ ഇല്ലേ അതിന് യൂസ് ചെയ്യുന്നത് ഈ പ്രോസസ്സാണ് കേട്ടോ. 13th question, what is the difference between displacement and double displacement reaction? Write equations for these reactions. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ദിസ് ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, എക്സാമ്പിൾ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണ് കേട്ടോ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രീവിയസ് വീഡിയോയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഇവിടെ ജസ്റ്റ് ഞാൻ ബ്രീഫ് ചെയ്യാം. അതായത് ദിസ് ഇസ് എ മോർ റിയാക്റ്റീവ് ആറ്റം ദാൻ ദിസ് ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ അയൺ വിൽ റീപ്ലേസ് ഹൈഡ്രജൻ ഹിയർ. അങ്ങനെയാണ് അയൺ ക്ലോറൈഡ് ആൻഡ് H2 നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദിസ് ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഒരു ആറ്റം മാത്രമേ റീപ്ലേസ് ആവുന്നുള്ളൂ. നെക്സ്റ്റ് ഇസ്
lead nitrate plus potassium iodide gives lead iodide plus potassium nitrate. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാലും അറിയാം ലെഡ് പൊട്ടാഷ്യത്തിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ പൊട്ടാഷ്യം തിരിച്ച് ലെഡിൻ്റെ സ്ഥാനം എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ വേർ ഒരു വൺ ആറ്റം ഇസ് ഗെറ്റിംഗ് റീപ്ലേസ് ബൈ ദ അതർ, രണ്ടും മ്യൂച്വൽ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ ടു, ഇത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് കേട്ടോ. ദിസ് ഇസ് യെല്ലോ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിളായിട്ടും നമുക്കിത് കോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ എക്സസൈസിന് ബാക്കിയുണ്ട്. ആ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ബാക്കിയുള്ള സബ്ജക്റ്റിന് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം. അതേപോലെ തന്നെ CBSEയുടെയും സ്റ്റേറ്റിൻ്റെയും എല്ലാ സബ്ജക്റ്റിനും ക്ലാസ് LKG to 10th സ്റ്റാൻഡേർഡ് വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ഇൻ ദിസ് നമ്പർ. താങ്ക് യു.